ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ജീവിക്കുവാൻ അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ ശക്തരാക്കണമേ. പ്രാർത്ഥനാ സമൂഹത്തിൽ വളർന്ന വിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈ സമൂഹത്തിൽ സന്ദേശത്തോടും കുട്ടികളിലും അങ്ങ് വന്ന് നിറയണമേ. നിത്യപിതാവും വിശുദ്ധാത്മാവായ സർവേശ്വരൻ എന്നേക്കും. അവർക്ക് ജീവിതത്തിലെ പ്രകാശം ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്തെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നവരെ പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കൂടിയുള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിന്റെ കൽപ്പന നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ ലോകത്തിലേക്ക് നമ്മൾ ജനിക്കുന്നത് ഒരു ദിവസമുണ്ട്. അത് ശാരീരികമായിട്ടുള്ള ജനം. വിശ്വാസത്തിൽ ജനിക്കുന്നത് മാമോദിസയിലൂടെ ആദ്യ ഉദാശയോടുകൂടിയാണ്. ആ ആദ്യ ഉദാശയിൽ നമ്മൾ സ്വീകരിച്ച വിശ്വാസം കൂടുതൽ കൂടുതൽ പഠിച്ച് നമ്മൾ വളരുകയാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ വളരുന്നു എന്ന് പറയുമ്പോൾ ഈശോയിലുള്ള വിശ്വാസം നമ്മൾ വളരുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ വളരുന്നു. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. വിശ്വാസികൾ എന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്. നിരീക്ഷകന്മാരെ വിശ്വാസമില്ലാത്തവരാണ്. ഒന്നിനും വിശ്വസിക്കുക, ദൈവത്തിന് വിശ്വാസം ഒന്നിനും, അവരെ നിരീക്ഷകന്മാരെന്ന് വിളിക്കും. അപ്പൊ നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ദൈവമാരാണ്? ഈശോയാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈശോയിലുള്ള വിശ്വാസം, പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെ ദൈവം ആരെയെന്ന് ചോദിച്ചാല് ഈശോ എന്ന് പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് പിതാവായ ദൈവത്തെ കുറിച്ചുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഈശോയെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ബാലപാഠങ്ങൾ. അപ്പൊ അതിനെ വൈകാനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടില്ല. ആ വിശ്വാസം നമ്മൾ കൈമോദരമായി തോമാശ്ലീഹായെന്നാണ് ഭാരതത്തിൽ നമുക്ക് വിശ്വാസം, ഈശോയുടെ വിശ്വാസം ആദ്യമായിട്ട് കിട്ടിയത്. തോമാശ്ലീഹ പകർന്നു തന്ന വിശ്വാസം നമ്മുടെ കാരണവന്മാര് സൂക്ഷിച്ചു. നിങ്ങളുടെ വലിയ വക 5:52 7:52. ഇന്നിപ്പോ എത്രയായി? 2025. ആ 7:52 തോമാശ്ലീഹ കൊടുങ്ങോട്ട് വന്നപ്പോൾ പകർന്ന വിശ്വാസം നമ്മള് കാരണവന്മാരെ സ്വീകരിച്ച് നിങ്ങളുടെ കയ്യിലെത്തി നോക്കിയാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ് വേദനം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ഇടവകയില് മാമോദിസ സ്വീകരിച്ച് കുട്ടികളിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ വിശ്വാസം കൈമാറ്റം ചെയ്ത് വരികയാണ്. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ഈശോയുടെ വിശ്വാസത്തിൽ വളരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത്. ഈശോയുടെ വിശ്വാസത്തിൽ വളരാൻ സാധിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാനും വരാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഈശോ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സമയം പ്രചരിക്കുക വിശ്വാസം പഠിക്കാനായിട്ട്. ഈശോ നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ഈശോ പറഞ്ഞ വളരെ എന്താണ്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ ഈശോ നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. ആ വലിയ ഭാഗ്യത്തിലേക്ക് വിശ്വാസം പഠിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചു വരും. എന്തിനാണ് ഒരു വീട് വെച്ച് കല്യാണം ലഭിച്ചിരിക്കുന്നത്? എന്തിനാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് ബൈബിള്? എന്താണ് സഭ? എന്താണ് ഉദാശകൾ? എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ മാമോദിസ സ്വീകരിച്ചു, കുർബാന സ്വീകരിച്ചു, ഇതെല്ലാം ഈശോയുടെ വിശ്വാസത്തിൽ വളരെ ഭാഗമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്റെ വചനം സ്വീകരിക്കുകയും ചെയ്തതിനാണ് സ്വർഗ്ഗരാജ്യം ചെയ്യുന്നത്. അപ്പോൾ മാമോദിസ കൂടുതൽ നമ്മൾ വചനത്തെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് പഠിക്കും. നമ്മൾ ബൈബിൾ പ്രതിഷ്ഠ നടത്തി വചനത്തോടുള്ള നമ്മുടെ ബഹുമാനം നമ്മൾ അതിലൂടെ പ്രകടിപ്പിക്കുകയാണ്. ആ വചനത്തോടുള്ള സ്നേഹം, വചനം വായിക്കാനും പഠിക്കാനും ബൈബിളൊക്കെ എത്ര ഭംഗിയായിട്ട് മുഴുവൻ കാണാൻ കുട്ടികളൊക്കെ അറിയാം. വചനനിധി എന്ന് പറയുന്ന ഒരു മത്സരം ഉണ്ടാകുന്നത്. ജിയിലെ വചനം മുഴുവനും കാണാതെ മിനിറ്റുകളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കൂട്ടുകാരുണ്ട്. പഠിച്ചു വരണം. വചനം പഠിക്കുന്നവരെല്ലാം ഇന്നലെ 3-4 കുട്ടികളെ ഞാൻ പ്രത്യേകമായി വിളിച്ചു. മത്സരത്തിന് പോകുന്നവർ അവർക്ക് ഞാൻ ഫ്രീയായിട്ട് സമ്മാനമായിട്ട് കൊടുത്തത്. അവര് പഠിക്കാനും വചനം പഠിക്കാനും താല്പര്യം കാണിക്കുന്ന കുട്ടികളെ